ഹലോ എവരിബഡി, വെൽക്കം ടു യുണൈറ്റഡ് ടേസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു സിമ്പിൾ ഡിഷാണ് ചെയ്യണേ. ചെറുപയറിൻ്റെ ഒരു കറി. നമുക്ക് പുട്ടിൻ്റെയും നൂലപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ലഞ്ച് പാക്ക് ചെയ്യാനോ എന്തിനാലും ഇങ്ങനത്തെ സംഭവങ്ങളുടെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത് ചെറുപയറിൻ്റെ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, ഡയറക്റ്റ് എടുത്തതാണ്. ഇങ്ങനത്തെ ഒരു 100 ml കപ്പിൽ 3 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തന്നെ ഡയറക്റ്റ് കഴുകി അങ്ങനെ കുക്കറിലേക്ക് ഇടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് കുക്കറിലേക്ക്. ഒരു ടൊമാറ്റോ, പിന്നെ ഒരു സബോള, ചെറുതാണ് അതും, പിന്നെ കുറച്ച് ഉള്ളി, ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇത് മാത്രമാണ് എരിവിന് ഉപയോഗിക്കുന്നത്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് എരിവിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് ഉള്ളി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവസാനം കടുക് വറുക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. ഇത് വെന്തതിന് ശേഷം കാച്ചിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാനാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതല്ലാതെ നമുക്ക് ഈ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 വിസിലടിക്കുക. 2 വിസിൽ മാത്രം മതിയേ. എന്നിട്ട് കുറച്ച് നേരം ആ വിസിൽ നോർമലി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്താത്തത് കൊണ്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. കുറച്ചും കൂടി വെള്ളം ഇതിനാവശ്യമായിട്ടുള്ള, അത് കുക്കാവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മതി. എന്നിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം 2 വിസിൽ വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പയർ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് 2 വിസിൽ എന്നാണ് കേട്ടോ, 2 അല്ല 6 വിസിലാണ് കേട്ടോ വേണ്ടത്. എൻ്റെ ഈ കുക്കറിൽ 6 വിസിൽ വേണ്ടി വന്നു. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. അത് ചെക്ക് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കേട്ടോ. കടുകൊന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക്. തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല, ഉപ്പും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ച ഇതൊക്കെ മാറിയതൊന്ന് മൂത്ത് തന്നെ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് പയറിട്ട് കൊടുക്കാം. കാണുമ്പോൾ സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിൽ ഇത് നല്ല യമ്മി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒട്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. കാര്യമായി കുക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഉള്ളി മാത്രം ഒന്ന് മൂത്താൽ മതിയായിരുന്നു. ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ജസ്റ്റ് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി തള വന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റാം കേട്ടോ. ഉപ്പ് പെർഫെക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു
ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഇങ്ങനെ പയർ വലുതായിട്ടും കിടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ പയർ നല്ല മെൽറ്റായിട്ട് ആ ഗ്രേവിയിൽ മിക്സായി വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇതാ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്താലോ? എന്താ നോക്കൂ, നല്ല കൺസിസ്റ്റൻസിയാണ് കേട്ടോ. കണ്ടോ, റണ്ണിങ്ങുമാണ്, എന്നാൽ ഭയങ്കര വാട്ടറി അല്ല, എന്നാൽ കട്ട് ചെയ്യുമല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. നൂലപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നൂലപ്പം, പുട്ട്, ചപ്പാത്തി, അങ്ങനെയുള്ള ഡിഷുകളുടെ കൂടെ റൈസിൻ്റെ ഒപ്പം അത്ര പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കിത് നൂലപ്പത്തിൻ്റെ ഒപ്പം കേട്ടോ ബെസ്റ്റായിട്ട് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പത്തിൻ്റെ ഒപ്പം ഇത് മാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കൂ, നല്ല സ്റ്റൈലായിട്ടില്ലേ. ഇതാ നമ്മുടെ ചെറുപയർ സെറ്റായിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കണ്ടോ? നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഞാനിപ്പോൾ വേറെ ഒന്നിൻ്റെ ഒപ്പം കഴിച്ച് നോക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും നൂലപ്പത്തിൻ്റെ ഒപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അമേസിങ് ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു നൊസ്റ്റു നാട്ടിലത്തേക്ക് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ നല്ല നാടൻ ഭക്ഷണം കഴിക്കില്ലേ, ആ ഒരു ഫ്ലേവറാണ്. ഇതിന് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് വേവിച്ചു. പിന്നെ ആ മഞ്ഞളും ഉള്ളിയും കൂടെ കാച്ചിയെടുത്തു, കടുകിട്ട് പൊട്ടിച്ചിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിബിൻ.